യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യം. ഈ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ, തിരുവചനത്തെ കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ദൈവം നമ്മെ സൂക്ഷിക്കുന്നതും നടത്തുന്നതുമായ വഴികളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മെ പരിപാലിച്ചു, സൂക്ഷിച്ചു, വഴി നടത്തിയ, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടിവിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുവരെയും നമ്മെ പരിപാലിച്ചു, നടത്തി, നമ്മോടുകൂടെ ഒപ്പം നടന്നു, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നടന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് വായിച്ചതായ വേദഭാഗം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. അതെന്താണ് ഈ പുറകിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ കാരണം? സാധാരണയായി നാം ഒരു യാത്ര ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത്, കർത്താവേ ഞങ്ങൾക്ക് മുമ്പായി പോകണം. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മൾ അങ്ങനെയാണ് ഗ്രഹിച്ചിട്ടുള്ളത്. ദൈവത്തെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. നമ്മുടെ മുൻപിൽ പോകുവാനും നമ്മുടെ ദുർഘടമായ വഴികളെ നിരപ്പാക്കുവാനും അനർത്ഥങ്ങളെ കണ്ട് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ തരാനും ഒക്കെ ദൈവത്തോട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, അപേക്ഷിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നു എന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ജ്ഞാനം മാത്രം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ, തിരിയുമ്പോൾ ഇതിലേ നടന്നുകൊള്ളുവീൻ. ഇതാകുന്നു വിശ്രാമം, ഇതാകുന്നു സുരക്ഷിതം, മറ്റേതൊക്കെ ആപത്താണ് എന്ന് നിങ്ങളോട് വകതിരിച്ച് പറയുന്ന ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുന്നു. അതിൻ്റെ തത്വം എന്താണ്? നാം ആവശ്യപ്പെട്ടത് മുൻപേ പോകുവാൻ, നമുക്ക് വഴികാട്ടിയാകുവാൻ. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ പുറകിൽ നിന്ന് നിങ്ങളോട്, നിങ്ങളെ നടത്തുവാനും നിങ്ങളെ ശബ്ദം കേൾപ്പിക്കുവാനും നിങ്ങളോടൊപ്പം വരും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾ, മഹാദിവസങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, കൺവെൻഷനുകൾ എന്ന് വേണ്ട പല യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, വലിയ വലിയ ഒരു സംഘർഷങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ഇലക്ഷൻ്റെ പ്രശ്നങ്ങൾ, അവിടെ സംഘർഷം, ഇവിടെ സംഘർഷം, ചില നാടുകളിൽ, ഗൾഫ് നാടുകളിൽ യുദ്ധത്തിൻ്റെ സംഘർഷങ്ങൾ, വലിയ ആപത്തുകൾ. ഇവിടെയെല്ലാം നമ്മൾ ദിവസവും മീഡിയയിൽ കൂടെ കേൾക്കുന്നതായ ഒരു വാർത്തയുണ്ട്. കുഞ്ഞുങ്ങളെ കാണുവാനില്ല, അല്ലെങ്കിൽ ഇത്ര വയോധികരെ കാണാനില്ല, ഇന്ന കുടുംബത്തെ കാണാനില്ല, മിസ്സിങ്, ഇന്നാരെ കാണാൻ കഴിയാതെ അവരെങ്ങോട്ട് പോയി എന്നറിയില്ല, അവരെങ്ങോട്ടാണ് തിരിഞ്ഞതെന്നറിയില്ല, തിരച്ചിലാണ്. അപ്പോൾ കാണാതെ വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നാരെ കാണുന്നില്ല, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് വിട്ടുപോയി, എങ്ങോട്ട് പോയെന്നറിയില്ല, ജീവനോടുണ്ടോ മരിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അതൊരു വാർത്തയായി പലയിടത്തും ഇൻഫർമേഷൻ കൊടുക്കുന്നു, അന്വേഷിക്കുന്നു. ഇതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. യേശുവിൻ്റെ അമ്മയപ്പന്മാർ എല്ലാ വർഷവും പെസഹ പെരുന്നാളിന് പോകും. അന്നത്തെ കാലത്ത് യെരുശലേമിലെ പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ തടിച്ചു കൂടുന്നതായ വലിയൊരു പെരുന്നാളാണ്. ആ പെസഹ പെരുന്നാളിന് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അമ്മയപ്പന്മാർ സംസാരിച്ചുകൊണ്ട്, കുശലം പറഞ്ഞുകൊണ്ട്, നാട്ടുകാരോടും അറിയപ്പെട്ടവരോടും കൂട്ടുകാരോടുമെല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ജാതകമായിട്ട് അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അമ്മയപ്പന്മാരും പോയി. അങ്ങനെ പോകുമ്പോൾ അവർ വിചാരിച്ചു യേശുവും അവരോടൊപ്പം കാണും എന്നവർ വിചാരിച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവരോടൊപ്പം പെസഹ പെരുന്നാളിന് യേശുവിനെ കൂട്ടിക്കൊണ്ടാണ് അവർ ജെറുസലേമിന് പോയത്. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ അമ്മയപ്പന്മാർ വിചാരിച്ചു യേശുവും അവരോടൊപ്പം ഉണ്ടായിരിക്കും. സാധാരണ അങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങൾ പുറകെ ചെല്ലുമല്ലോ. യേശുവിനെ കുറിച്ചും അങ്ങനെ ചിന്തിച്ചു. എന്നാൽ ഒരു ദിവസത്തെ വഴി മുന്നോട്ട് ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു മിസ്സിങ്, കാണാനില്ല. പെട്ടെന്ന് അവർ കമ്പരപ്പായി, എങ്ങോട്ട് പോയി കുഞ്ഞ്? അങ്ങനെ അവർ തിരിഞ്ഞു നടന്നു ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ 3 ദിവസം വട്ടം കറങ്ങി അന്വേഷിച്ചു ചെന്നപ്പോൾ ഉണ്ട്,
ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പുരോഹിതന്മാരുമായിട്ട് ശാസ്ത്രിമാരുമായിട്ട് ദൈവവചനത്തെക്കുറിച്ച് തർക്കങ്ങൾ നടന്ന് അവനും അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മൾ പുറകെ കാണുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു മിഥ്യാബോധത്തോടുകൂടെ മുൻപോട്ട് പോകുന്ന ഒരു ദൈവമല്ല. നമ്മൾ നടന്നു എന്ന് ഉറപ്പാക്കുന്ന ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം ഈ വചനത്തിൽ കൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞാൽ ഏതാണ് സുരക്ഷിതം, ഏതാണ് നമുക്ക് ജീവനിൽ നിലനിൽക്കുവാൻ നമുക്ക് യോഗ്യമായി തീരുന്നത്, ശത്രുക്കളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഏത് മാർഗമാണ് നല്ലത്, എങ്ങോട്ട് തിരിയണം, എവിടെയാണ് സുരക്ഷിതം, എവിടെയാണ് സംരക്ഷണം, എവിടെയാണ് ജീവൻ, എവിടെയാണ് നിത്യജീവനിലേക്കുള്ള വഴികൾ വാതിലുകൾ തുറക്കുന്നതെന്ന് നമുക്ക് പുറകിൽ നിന്ന് പറഞ്ഞു തരുന്ന ഒരു മാറ്റമില്ലാത്ത ഉത്തരവാദിത്വമുള്ള ഒരു സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇന്ന് നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ അവിടെ വായിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ശരി, ഇനിയും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം കടന്നു വരുന്ന കാലങ്ങൾ കഷ്ടത്തിൻ്റെ കാലമാണ്, ഞെരുക്കത്തിൻ്റെ കാലമാണ്. അത്ര സുതാര്യമായി ഈസിയായി ജീവിച്ചു പോകുവാൻ നമുക്കുതകുന്നതായ ഒരു കാലഘട്ടത്തിലേക്കുള്ള കാൽവയ്പല്ല ചില ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില അനർത്ഥങ്ങൾ ഭൂമിയിൽ നടപെടേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ കാര്യമാണ്. മനുഷ്യൻ അത് സ്വമേധയായി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയായി ഉണ്ടാക്കുന്ന കാര്യമല്ല. എല്ലാ മനുഷ്യരും ഒരാൾ ഉണ്ടാക്കിയില്ലെങ്കിൽ വേറൊരുവനാൽ ദൈവം അത് ഉണ്ടാക്കുവാൻ അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കും. കാരണം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളിൽ ദൈവത്തിൻ്റെ പുസ്തകങ്ങളിൽ ഇതൊക്കെയും എഴുതി വച്ചിരിക്കുന്നു, സംഭവിക്കേണ്ടത് തന്നെ. കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. അപ്പോൾ സംഭവിക്കേണ്ടത് തന്നെ എന്ന് ദൈവം നിശ്ചയിച്ചതായ കാര്യങ്ങൾ അവിടെയൊക്കെയും സംഭവിക്കും. എന്നാൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. അവിടെ കഷ്ടത്തിൻ്റെ അപ്പമാണെങ്കിലും ദുഃഖത്തിൻ്റെ പാനപാത്രമാണെങ്കിലും ശരി, ഞെരുക്കത്തിൻ്റെ വെള്ളമാണ് അവിടെ ഉള്ളതെങ്കിലും എല്ലാവരിലും മെച്ചമായിട്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ല. നമുക്കും പട്ടിണിയാണ്, നമുക്കും ഞെരുക്കമാണ്, നമുക്കും വിശപ്പാണെങ്കിലും നമുക്കൊരു സൗഭാഗ്യം ലോക മനുഷ്യരിൽ വെച്ച് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ നടക്കുമ്പോൾ ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു യഥാർത്ഥമായ വഴിയെന്ന് നിന്നോട് ഉപദേശിക്കാൻ ഒരു ഉപദേഷ്ടാവ് നിന്റെ ജീവിതത്തിൽ ഇനിയും ഇല്ലാതെ പോകുകയില്ല, അവൻ മറഞ്ഞിരിക്കുകയില്ല എന്നുള്ള മഹത്തായ വാഗ്ദത്തം. ഇതിൽ വലിയൊരു വാഗ്ദത്തം, ഇതിൽ വലിയ ഒരു സൗഭാഗ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉപദേഷ്ടാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ഭാഗ്യമില്ല. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉപദേഷ്ടാവിൻ്റെ അവകാശവാദം നമുക്ക് ഉന്നയിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ കുടുംബത്തിൽ ഒരു ഉപദേഷ്ടാവുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഉപദേഷ്ടാവുണ്ടോ? നമ്മെ തന്നെ ചോദന ചെയ്യുവാനുള്ളതായ സമയമാണ്. നമുക്കറിയാം, ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ലോകത്തിലെല്ലായിടവും ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. മാർച്ച് 30 ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സാമ്പത്തിക വർഷ അവസാന ദിവസമാണ് മാർച്ച് 30. ഏപ്രിൽ 1 മുതൽ പുതിയ നിയമങ്ങൾ വരുന്നു. ഫിനാൻഷ്യൽ സംബന്ധിച്ച്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച്, അനുദിന ജീവിതത്തെക്കുറിച്ച്, റേഷൻ കാർഡിനെ സംബന്ധിച്ച്, ആധാർ കാർഡിനെ സംബന്ധിച്ച്, ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ച്, നമ്മുടെ ആരാധനയെ സംബന്ധിച്ച്, മഹാകൂട്ടങ്ങളെ സംബന്ധിച്ച്, ഇലക്ഷൻ കാര്യങ്ങളെക്കുറിച്ച്, അതിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ രാജ്യങ്ങളിലും യുദ്ധസമാനമായ ഒരു വലിയ മാറ്റം ഇതാ സംഭവിക്കാൻ പോകുന്നു. എന്നാൽ ലോകത്തെല്ലായിടവും വലിയ ഒരു പിരിമുറുക്കമുള്ള ഒരു ദിവസത്തിലേക്കാണ് നാം ചെന്ന് എത്തുന്നത്. യുദ്ധസമാനമായ ചില സാഹചര്യങ്ങളെ നേരിടുവാനുള്ള മുൻകൂർ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടപ്പാക്കണമെന്ന് ഭരണകർത്താക്കൾ വളരെ വ്യക്തമായി, അല്ലെങ്കിൽ വളരെ തിടുക്കത്തോടുകൂടെ ആലോചിച്ച് തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം കാൽവയ്ക്കുന്നത് ഒരു പുതിയ യുഗത്തിലാണ്, പുതിയ ജീവിതത്തിലേക്കാണ്, പുതിയ തലമുറയിലേക്കാണ്, പുതിയ നിയമത്തിലേക്കാണ്. ഇവിടെ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം
കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട ചില ദിവസങ്ങൾ വരുന്നു. നാം മറ്റുള്ളവരെക്കാളിലും വലിയ പ്രത്യേകതകളൊന്നും ലോകത്തിൽ നമുക്കതിനെ സംബന്ധിച്ച് ദൈവം തന്നിരിക്കില്ല. നമ്മൾ നീതിമാന്മാരായതുകൊണ്ട്, വിശ്വാസികളായതുകൊണ്ട്, ഭക്തന്മാരായതുകൊണ്ട് ആഹാരം നമുക്കെങ്ങും ഒളിച്ചു വെച്ച് ദൈവം തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമുക്ക് തരുവാനുള്ളൊരു വാഗ്ദത്തം, കർത്താവ് നിങ്ങൾക്ക് ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ വെള്ളവും കണ്ണുനീരും മാത്രമാണ് ലോകത്തിൽ നിങ്ങൾക്ക് തരാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ചിന്തിക്കുന്നതെങ്കിലും, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടാണ് നിനക്ക് കടന്നു പോകേണ്ടത് എങ്കിലും, ദൈവം നിനക്കായി വെച്ചിരിക്കുന്ന ഒരു സൗഭാഗ്യം, നിന്റെ പിന്നിൽ നിന്ന് നിന്നെ നയിക്കുന്ന ഒരു ശബ്ദം, ഒരാത്മാവിൻ്റെ നടത്തിപ്പ്, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, അതത്ര മാധുര്യമാണെന്നറിയാമോ? അനർത്ഥങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അല്ലെങ്കിൽ അനേക കൂട്ടുകെട്ടുകളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക ദുർഘടങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക മരണവാതിലുകളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക ഉപദ്രവങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക അസമാധാനങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ, അനേക കഷ്ടതകളെ അല്ലെങ്കിൽ കണ്ണുനീരിനെ ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം നമ്മുടെ പുറകിൽ നിന്ന് പറയുന്നതായ ഒരു ശബ്ദം, ഇതിലേ നടക്കുക, ഇങ്ങനെ പോവുക, ഇങ്ങോട്ട് തിരിയുക, അതത്ര മാധുരികമായ ഒരനുഭവമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ മാധുര്യമായ ജീവിത സൗഭാഗ്യത്തെ കർത്താവ് നമുക്കായി ഈ പ്രഭാതത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അത് അവകാശമാക്കുവാൻ കഴിയും? അങ്ങനെ ഒരു നായകനെ, അങ്ങനെ ഒരു ഉടയവനെ, അങ്ങനെ ഒരു സ്നേഹിതനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എത്ര പ്രയാസമേറിയ ദിവസങ്ങളാണ്, ഘട്ടങ്ങളാണ്, സാഹചര്യങ്ങളാണ്, സൗകര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മെ നോക്കി സ്വാഗതം ചെയ്യുന്നതെങ്കിലും, ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരകൾ നിന്റെ ഭവനത്തിൽ അടിച്ചു ഉയരുവാൻ, നീ എപ്പോഴും സമാധാനമുള്ള ഒരു ജീവിതം, അവിടെ സന്തോഷമുള്ള ഒരു ജീവിതം നിനക്കവിടെ അവലംബിക്കുവാൻ തക്കവണ്ണം ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ സഹായിക്കും, നിന്നെ അതിലൂടെ കൊണ്ടുപോകും. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കവണ്ണം ദൈവം നിനക്കൊരു ജ്ഞാനം തരും. നീ പോകുന്ന വഴി ഏതെന്ന് അവൻ പുറകിൽ നിന്ന് ഗ്രഹിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ അറിവിൻ പ്രകാരം ഇതുവരെയും അവൻ നമ്മുടെ മുൻപിൽ പോകുന്നെന്നായിരുന്നു നമ്മൾ വിചാരിച്ചതെങ്കിലും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ഇല്ല, ഞാൻ മുമ്പിൽ നിന്നാൽ നീ എൻ്റെ പുറകെ ഉണ്ടെന്നുള്ളത് ഒരു ചിന്ത, ഒരു മാനുഷിക ചിന്ത മാത്രമായിരിക്കും, അതൊരു വിചാരം മാത്രമായിരിക്കും. അങ്ങനെ ഒരു വിചാരമല്ല, നീ എന്നോട് കൂടെയുണ്ട്, നീ യഥാർത്ഥമായ വഴിയിൽ കൂടെയാണ് നടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വരുത്തുവാൻ തക്കണം. നിന്റെ വഴികളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും, നിനക്ക് മാർഗങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കും, നിനക്ക് തെറ്റായ വഴികളെക്കുറിച്ച് നിനക്കൊരു ബോധ്യം തന്നുകൊണ്ടിരിക്കും. ഇതിലേ നടക്കുവാൻ തക്കവണ്ണം ചൂണ്ടുപലകയായി, വഴികാട്ടിയായി ദൈവം നിന്നോടുകൂടെ വരുന്നുണ്ടെങ്കിൽ ആ ജീവിതം സൗഭാഗ്യകരമായ ജീവിതം. ആ സൗഭാഗ്യ ജീവിതത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്വാഗതം ചെയ്യുന്നു. ആ സ്വാഗതത്തെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. God bless you.